ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം, നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നൊരു ഐറ്റമാണ് പയർ മെഴുക്കുവരട്ടി. കുറച്ച് നല്ല പയർ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു നാടൻ രീതിയിൽ സിമ്പിളായിട്ട് ഒരു മെഴുക്കുവരട്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെ കേട്ടോ. അങ്ങനെ ഇത് കരുതാവുള്ളൂ. അപ്പോൾ സമയങ്ങളെല്ലാം ആ മെഴുക്കുവരട്ടി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മെഴുക്കുവരട്ടിക്ക് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മെഴുക്കുവരട്ടിക്ക് അരിയുന്ന ആ രീതിക്ക് അങ്ങ് അരിഞ്ഞെടുക്കുക എന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ പയറുണ്ട് കേട്ടോ. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാം. അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഞാൻ ഒരു കടായി അങ്ങോട്ട് വെക്കുകയാണ്. ഈ കടായി ഒന്ന് ചൂടായ ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 5-6 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 2-3 പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. ചെറിയ തീ വേണം നമുക്ക് പയറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി ഈ പയർ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പയറൂടെ കച്ചിങ്ക പയർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പയറിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കും. മെഴുക്കുവരട്ടിക്കാകുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്നാലേ അത് നമ്മുടെ ആ മെഴുക്കുവരട്ടിയുടെ ആ ഒരു രീതിക്ക്, അല്ലെങ്കിൽ ഉണങ്ങിയിരിക്കും. അപ്പോൾ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇളക്കി ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ കുറച്ച് വെച്ച് റെഡിയാക്കി എടുക്കാവുള്ളൂ. ഏകദേശം ഒരു 4-5 മിനിറ്റെങ്കിലും ചെറിയ തീയിലൊന്നിരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എവിടം വരെ ആയെന്ന്. പിന്നെ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നല്ലപോലെ നാവി ഏറിയ ശേഷം നമുക്ക് തുറന്ന് വേണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിതിനകത്ത് അത്യാവശ്യമുള്ള ചില ഐറ്റങ്ങളൊക്കെ ഉണ്ട്. കൊച്ചുള്ളിയാണ് ഒരു 5-10 കൊച്ചുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത്. ആ ഉള്ളിയും കൂടെ അതിൻ്റെ അകത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് അതിവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് എരിവില്ലാത്ത മുളക് കേട്ടോ. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ ആ എണ്ണയ്ക്കകത്താണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു പക്ഷേ എണ്ണ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അങ്ങ് വേവിച്ചെടുത്താലും മതി. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് റെഡിയാവട്ടെ. കാര്യം ആ മെഴുക്കുവരട്ടി ആ രീതിക്ക് വരണം. അത്ര സമയം കൂടെ തിരിക്കട്ടെ. നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പയറൊക്കെ എന്തെന്ന് നോക്കണ്ടേ. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇളക്കി കൊടുത്തിട്ട് നോക്കണം. അപ്പോൾ പയറൊക്കെ വെന്തതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. ഒരു സിമ്പിൾ മെഴുക്കുവരട്ടി. നമ്മൾ ഏത് ഐറ്റം ചെയ്താലും ചില ഐറ്റങ്ങളൊന്നും പലർക്കും അറിയാത്ത ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണിത്. പിന്നെ മെഴുക്കുവരട്ടി ആയാലും തോരനൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണ ചെയ്യുന്നതല്ലേ. നല്ല രുചികരമായൊരു മെഴുക്കുവരട്ടിയാണ്. അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.